ഹലോ, ഇന്ന് നമ്മൾ മസാല ചിക്കൻ ഷവായിയാണ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല വലിയ പീസ് ചിക്കൻ എടുക്കുക, കീറിട്ട് കൊടുക്കുക. അതിലേക്ക് ഷവായി മസാലയാണ് ഇടുന്നത്. ഹസ്ബൻഡ് സ്പെഷ്യലാണ്. മസാല എങ്ങനെയാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം മസാലയ്ക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നന്നായിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈവനായിട്ട് എല്ലായിടത്തും അങ്ങനെ നന്നായിട്ട് മസാല ആക്കി കൊടുത്ത് അതിനെ നമുക്ക് മാരിനേഷന് കുറച്ച് 2-3 മണിക്കൂർ അങ്ങനെ സെറ്റാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഇത് സെറ്റാക്കി വെച്ച മസാല വെച്ച ചിക്കന് നമ്മൾ കുക്കറിൻ്റെ അകത്തേക്കാണ് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇച്ചിരി എണ്ണ വെച്ചിട്ട് ഈ പീസസൊക്കെ നമ്മൾ അതിലേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഓക്കെ, 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. സോ ആ മാരിനേറ്റ് ചെയ്ത് വെച്ച് 2-3 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചത് കുക്കറിലേക്ക് വെച്ച് അത് നമ്മൾ 20 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് നന്നായിട്ട് ഇപ്പോൾ ഇതാ തുറക്കുമ്പോൾ കണ്ടില്ലേ നല്ല വെന്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചിക്കനെ നമ്മൾ വീണ്ടും പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അത് വീണ്ടും പാനിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുക. ഓക്കെ, എൻ്റെ ഫൈനൽ 2 പീസും കൂടിയുണ്ട്. അതും കൂടി പെട്ടെന്ന് ഞാൻ വീഡിയോ സ്പീഡപ്പ് ചെയ്ത് പോകുന്നു. എന്നിട്ട് അതിലുള്ള മസാല റെസ്റ്റോവ മസാലയൊക്കെ ആ പാനിലേക്ക് ഒഴിക്കുക. അപ്പോൾ ആ മസാലയിൽ ഇങ്ങനെ നന്നായിട്ട് വെന്ത് നല്ല ഫ്ലേവർ ഇറങ്ങി വരും. ഓക്കെ, സോ മസാല ചിക്കൻ ഷവായി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ മയണൈസും ഗ്രീൻ ചട്നീൻ്റെ ഒപ്പം സൂപ്പറായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റാണ്. സോ ട്രൈ ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.